പരോളിലിറങ്ങി ഭീഷണിയുമായി പാലക്കാട് തേങ്കുരിശി ദുരഭിമാനക്കൊലക്കേസ് പ്രതി സുരേഷ് കുമാർ. കൊല്ലപ്പെട്ട അനീഷിന്റെ ഭാര്യ ഹരിതയെ ഭീഷണിപ്പെടുത്തിയതായി പരാതിയെ തുടർന്ന് പരോൾ കാലാവധി വെട്ടിക്കുറച്ച് പ്രതിയെ വീണ്ടും ജയിലിലടച്ചു. ഹരിതയുടെ അമ്മാവനായ സുരേഷ് കുമാറിനെ പുറത്തിറങ്ങി 4-ാം ദിവസമാണ് വീണ്ടും ജയിലിലടച്ചത്. 2020 ഡിസംബർ 25-നായിരുന്നു തേങ്കുരിശി ദുരഭിമാനക്കൊല. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇയാൾക്ക് ഇത് എന്തിന്റെ കേടായിരുന്നു? ഇയാളുടെ ഈ മനസ്സിൽ നിന്ന് ഈ പക അങ്ങോട്ട് പോകുന്നില്ലേ ഇക്ബാൽ? അരുൺകുമാർ, സുരേഷ് കുമാറിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ പക ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അതുകൊണ്ടാണ് അയാൾ പരോളിൽ ഇറങ്ങി തൊട്ടടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് എത്തുകയും പിന്നാലെ ഇക്കഴിഞ്ഞ ഡിസംബർ 25-ന് ഈ ഹരിതയെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നത്. കൊലപ്പെടുത്തുമെന്ന രീതിയിലുള്ള ഭീഷണിയാണ് സുരേഷ് കുമാർ മുഴക്കിയിട്ടുള്ളത്. തേങ്കുറിശ്ശി ദുരഭിമാനക്കൊല നമുക്കെല്ലാം വലിയ രീതിയിൽ നെട്ടലുണ്ടാക്കിയിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു. ജാതി പറഞ്ഞുകൊണ്ടായിരുന്നു ഹരിതയെ വിവാഹം ചെയ്തതിൻ്റെ പേരിൽ അനീഷ് എന്ന് പറയുന്ന യുവാവിനെ ഹരിതയുടെ അച്ഛനും അതുപോലെ തന്നെ അമ്മാവനും ചേർന്ന് കൊലപ്പെടുത്തുന്നത്. സഹോദരനൊപ്പം ബൈക്കിൽ വരുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ അനീഷിനെ കൊലപ്പെടുന്നത്. ആ കേസിൽ ഈ ഹരിതയുടെ അച്ഛനെയും അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ജയിലായിട്ടുള്ള സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകളെ അന്ന് കോടതി ജീവപര്യന്തം തടവിനാണ് ശിക്ഷിച്ചത്. പിന്നീട് 20 ദിവസത്തെ പരോളിന് വേണ്ടി സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങുന്നു. 24-നാണ് ഇയാൾ കുഴൽമന്നത്തേക്ക് തന്നെ എത്തുന്നത്. ശേഷം 25-നാണ് പൊതുവഴിയിൽ വെച്ച് ഹരിതയെ ഭീഷണിപ്പെടുത്തുന്നത്. ഏതായാലും പെട്ടെന്ന് തന്നെ പോലീസ് ഈ വിവരം അറിയുകയും സുരേഷ് കുമാറിന്റെ പരോൾ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. ജയിൽ സൂപ്രണ്ട് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തി കൃത്യമായി തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് സുരേഷ് കുമാറിന്റെ പരോൾ ഇപ്പോൾ റദ്ദാക്കി ഇയാളെ വീണ്ടും ജയിലിൽ ആക്കിയിരിക്കുന്നത്. ഇയാളുടെ ഉള്ളിലെ പക തീർന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ ഹരിതയെ വീണ്ടും ഭീഷണിപ്പെടുന്ന രീതിയിലേക്ക് ഇയാളുടെ പ്രവർത്തികൾ നീങ്ങില്ല. ഏതായാലും ഈ ഭീഷണിയിൽ ഭയന്ന് പെട്ടെന്ന് തന്നെ ഈ കുടുംബം ഒരുപക്ഷെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസ് പെട്ടെന്ന് തന്നെ ഇടപെടൽ നടത്തുന്നു, ജയിൽ സൂപ്രണ്ട് ഇടപെടൽ നടത്തുന്നു. അങ്ങനെയാണ് വീണ്ടും സുരേഷ് കുമാറിന്റെ പരോൾ റദ്ദാക്കി ഇയാളെ ജയിലിലാക്കിയിരിക്കുന്നത്. ഇയാളെയൊന്നും പുറത്തിറക്കി വിടാൻ കൊള്ളൂല. അഴുക്ക മനുഷ്യരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ജാതിയുടെ പേരിൽ സ്വന്തം മരുമകളുടെ ഭർത്താവിൻ്റെ രക്തം കണ്ടേ താൻ അടങ്ങൂ എന്നൊക്കെ വാശി പിടിച്ചിട്ട് എന്നിട്ട് അയാളെ കൊന്നുകളഞ്ഞിട്ട് ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നിട്ട് ഈ മോളെയും കൊല്ലു അത്രയും. നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ജാതി എങ്ങനെയാണ് ചിലരുടെയൊക്കെ മനസ്സിൽ അങ്ങോട്ട് ആഴത്തിൽ കയറുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ നാട്ടുപുറങ്ങളിൽ പോയാൽ കാണാം ഇത്തരം ജാതി കൂടാരങ്ങളായിട്ട് മനുഷ്യർ നടക്കുന്ന കാലം, അല്ലെങ്കിൽ മനുഷ്യർ നടക്കുന്ന കാഴ്ച. അത്തരത്തിലുള്ള മനുഷ്യരാൽ ഒരാളാണ് ഈ സുരേഷ് കുമാർ. നന്നാവൂല.